ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കുർത്തിയുടെ ഡിസൈനാണ്. നമ്മുടെ മെഷീൻ എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയ്ഡറിയും കൂടെ ഒന്നിച്ച് വരുന്ന ഒരു ഡിസൈനാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ നമ്മുടെ ടിഷ്യൂവിൻ്റെ മെറ്റീരിയലിൽ ഇതുപോലെ പിക്ചർ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ പിക്ചറാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന പിക്ചറാണ്. അപ്പോൾ എന്താണ് ഒരു അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡും കൂടെ അതായത് ആരി വർക്കും കൂടെ വരുന്ന ഡിസൈനാണ്. അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. പായോ ഇത്തിരി വലുതായിട്ടുള്ള അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ആദ്യത്തെ ഞാൻ ലൈൻ അറിയാൻ വേണ്ടി, അതായത് ഡബിൾ കളർ ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈൻ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ലൈനിൽ ഡാർക്കും അതിനകത്ത് ലൈറ്റുമാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഡാർക്കായിട്ടുള്ള കളറ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ തന്നെ അതേ ഷേപ്പിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ DV ഡിസൈൻസ് ബൈ വിദ്യ എന്നുള്ള പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ സാരിയാണ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നത്. എംബ്രോയ്ഡറി ചെയ്ത സാരീസാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് വന്ന ഓർഡറാണ് ഇത്. അതായത് നമ്മുടെ ടിഷ്യൂ മെറ്റീരിയലിൽ ലോട്ടസിൻ്റെ ഈ ഡിസൈൻ ആ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഇടുക്കിയിൽ നിന്ന് വന്ന ഓർഡറായിരുന്നു. അപ്പോൾ അവർക്ക് ഈ കളറൊക്കെ മതിയെന്ന് കസ്റ്റമൈസായിട്ട് പറഞ്ഞതുകൊണ്ട് അതേ കളർ വെച്ചിട്ടാണ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കസ്റ്റമൈസായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലൊരു നമ്പർ കൊടുത്തേക്കാം, അതിൽ DM ചെയ്താൽ മതി. നിങ്ങൾ DV ഡിസൈൻസ് ബൈ വിദ്യ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അതിലാണ് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്തിടുന്ന ഇതിൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഇടുന്നത്. യൂട്യൂബിലും ഇടുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ഡാർക്കായിട്ട് ആ ലോട്ടസും കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് ചെറിയൊരു ലോട്ടസും കൂടെ ആ ഡാർക്ക് കൊണ്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇതെന്താ ഇതിന് ഇത്ര റേറ്റ് എന്ന്. അങ്ങനെ ചോദിക്കുന്നവരോട് പറയാണ്, ഇത് ചുമ്മാ ഇത് ചെയ്ത് കിട്ടുന്ന സാധനമല്ല. നമ്മൾ കുറേ നേരം സമയമെടുത്ത് ചെയ്യുന്ന ജോലിയാണിത്. നമ്മുടെ ആരി വർക്കായാലും മെഷീൻ വർക്കിനേക്കാളും കുറച്ചുകൂടെ ഇരട്ടി സമയം എടുക്കും നമ്മുടെ ആരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കസ്റ്റമൈസായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അവർ സെലക്ട് ചെയ്യുന്ന ഡിസൈൻ തന്നെ ചെയ്യണം. അതിലെ കളറ് എല്ലാം അവർ പറയുന്നതാണ് ചെയ്യുന്നത്. അതനുസരിച്ച് തന്നെ അത് ചിലത് ഹെവി ആയിട്ടുള്ള വർക്കായിരിക്കും. അപ്പോൾ അതനുസരിച്ച് സമയവും നമ്മളതനുസരിച്ച് എഫേർട്ട് ഇടേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ആ പ്രോഡക്റ്റ് നല്ല നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൻ്റേതായ റേറ്റും അതിന് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മെഷീൻ വർക്കാണെങ്കിൽ കറണ്ട്, നമ്മുടെ ത്രെഡ്, അതുപോലെ തന്നെ നമ്മുടെ ടൈം, ഇതെല്ലാം ഇതിലും ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടേ നമുക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റിച്ച് ചെയ്ത് കസ്റ്റമൈസായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ടൊക്കെ ഒരു ഇത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ. അപ്പോൾ അങ്ങനെ ഡബിൾ കളർ വെച്ച് അതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞായിരുന്നു. അതിന് ശേഷം നമ്മൾ കൊടുത്തത് ഔട്ട്ലൈനായിട്ട് നമ്മുടെ കട്ട് ബീഡ്സ് ആണ്. കട്ട് ബീഡ്സ് ഇതായി കാണുന്നത് പോലെ നമ്മുടെ ആരി വർക്ക് ഉപയോഗിച്ച് തന്നെയാണ് എന്ത് ചെയ്തത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ട് ബീഡ്സ് ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് ടൈം എടുക്കും. എന്നാൽ കൈവഴക്കമുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്പീഡായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇതെല്ലാം ഫില്ല് ചെയ്തെടുക്കണം. ശേഷം ഔട്ട്ലൈൻ എല്ലാം ബീഡ്സ് കൊടുത്തെടുത്തതിന് ശേഷം ഈ കാണുന്നു, അതായത് നമ്മുടെ ലോട്ടസിൻ്റെ സെൻറ്റർ ഭാഗത്ത് കുറച്ച് കോട്ടൺ വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് ഈ സാരിയുടെ അല്ലെങ്കിൽ ഈ ടിഷ്യൂ മെറ്റീരിയലിൻ്റെ അതേ കളർ തുണി തന്നെ എന്ത് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ അതിൻ്റെ പുറത്ത് ഒരു തുണിയും കൂടെ വെച്ച് നമ്മൾ ഒരു ബീജിങ് വരും അതിൻ്റെ സെൻറ്ററിലായിട്ട്. അതിൽ നമ്മുടെ സാധാ നോർമൽ നീഡിൽ കൊണ്ടിട്ട് കട്ട് ബീഡ്സ് ഓരോന്നായിട്ട് എടുത്ത് അതിനകത്ത് ഫില്ല് ചെയ്തെടുക്കുന്നു. ഇത് ഇത്തിരി കൂടുതൽ ടൈം എടുത്ത വർക്കാണ്. ഓരോന്ന് വീതം നമ്മൾ ഇതുപോലെ കോർത്തെടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി സമയം എടുക്കും. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ആ ക്ലോത്ത് കാണാതെ അത്രയ്ക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഈ കട്ട് ബീഡ്സ് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത് മൈക്രോ കട്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ നീഡിൽ അതിത്തിരി പ്രയാസമാണ്. ഏറ്റവും തിന്നായിട്ടുള്ള നീഡിൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്.
അപ്പോൾ അതുപോലെ തന്നെ എന്താ ഇപ്പോൾ ഇത്രയും ഫില്ല് ചെയ്ത് എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മളൊരു തുമ്പിയും കൂടെ അവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നെറ്റിൽ ചിറകും ചെയ്ത് സർദൂസി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈനൊക്കെ കൊടുത്ത് എടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ വിചാരിച്ചത് ഈ ഷുഗർ ബീഡ്സ് കൊണ്ട് ലോഡിങ് സ്റ്റിച്ച് കൊടുക്കാമെന്നാണ്. പക്ഷേ അതത്ര വർക്കൗട്ട് ആയില്ല. ലോഡിങ് കുറച്ച് കൊടുത്തു വന്നപ്പോഴത്തേക്ക് അത്ര ഭംഗി തോന്നിയില്ല. അതിനുശേഷം ഞാൻ കൊടുത്തത് നമ്മുടെ ബ്ലൗസ് ഇത് സ്റ്റിക്ക് ചെയ്ത് വെച്ച് എന്നിട്ട് നമ്മുടെ സാധാ നീഡിൽ വെച്ചിട്ട് എന്ത് ചെയ്തു അവിടെയായിട്ട് സ്റ്റിച്ചും കൂടെ കൊടുത്തായിരുന്നു. എന്നിട്ട് അതിൻ്റെ എൻഡിങ് പീസ് വരുന്നിടത്തെല്ലാം ഒരു സീക്വൻസും ഒരു ഷുഗർ ബീഡ്സും കൂടെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തായിരുന്നു. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.